അപ്പോൾ ഞാനൊരു 800 മേടിച്ചു. ഇറ്റ് ഓൺലി കോസ്റ്റ് മീ ₹20,000. കഴിഞ്ഞ ദിവസം ഞാൻ ഗോവയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോൾ ദാറ്റ് വാസ് ₹20,000. ഒരു മാസം ജിംനിയിൽ അടിക്കുന്ന പെട്രോൾ ഏകദേശം ₹20,000 വരുന്നുണ്ട്. എൻ്റെ പല സ്കെയിൽ മോഡലിനും ₹20,000 വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ ഫുൾ കാർ ഫോർ ദാറ്റ് പ്രൈസ്. നമ്മളത് ഫിറ്റ്നസ് ഉണ്ട് 2028 വരെ, ടാക്സ്ഡ്, ഇൻഷുർഡ്, ഗുഡ് ടു ഗോ ഓൺ ദ റോഡ്. വേണമെന്ന് വെച്ചാൽ ഒരു ലോങ് ട്രിപ്പ് വരെ കൊണ്ടുപോകാനുള്ള അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ₹20,000 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു വളരെ മോശമായൊരു കാറാണെന്ന്. പക്ഷേ ആക്ച്വലി അല്ല, ഇറ്റ്സ് ഇൻ ഗുഡ് ഹെൽത്ത്. ഇതിൻ്റെ പ്രീവിയസ് ഓണർ ഹി ഹാഡ് ഇറ്റ് ഫോർ 25 years. 99 ആൾ വാങ്ങിക്കുന്നത്. ഇറ്റ്സ് എ 92 മോഡൽ. ഇറ്റ് ഹാസ് ബീൻ പ്രോപ്പർലി സർവീസ്ഡ്. ഇപ്പോൾ 4 പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. ഈ അടുത്ത് ബാറ്ററി മാറിയിട്ടുണ്ട്. എക്സ്റ്റീരിയർ വൈസ് ഇറ്റ്സ് ഇൻ ഗുഡ് നിക്ക്. മോസ്റ്റ്ലി സ്ട്രേറ്റ് പാനൽസ് ആണ്. 1-2 റീപെയിൻറ്റഡ് പാനൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ദാറ്റ്സ് ടു ബി എക്സ്പെക്റ്റഡ്. ഇത്രയും കാലമായി 32 വയസ്സായ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് ദെയർ. നമുക്കിവിടെ ബോണ്ടിൻ്റെ റിലീസ് ലീവർ ഉണ്ട്. ഇതിന് പഴയ സ്റ്റൈൽ ഗ്രില്ലാണ് ശരിക്കും വരേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു. ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഹെല്ലയാണ്. കുറച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് മോശമായിട്ടുണ്ട്. ബമ്പറൊക്കെ റീപെയിൻറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ബ്രോക്കൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഒരു സൈഡിലൊക്കെ. ഈ ഒരു പാനലൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് മോസ്റ്റ്ലി സ്ട്രെയിറ്റ്. സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് ദീസ് മിറേഴ്സ് ആർ ഫ്രം എ ലേറ്റർ മോഡൽ. പണ്ട് ഈ ഒരു ഷേപ്പ് ആയിരുന്നില്ല. ഇവിടെയൊക്കെ ചെറിയ വെതർ സ്ട്രിപ്പും സാധനങ്ങളൊക്കെ ഒന്ന് മാറാനുണ്ട്. ബട്ട് ഓൺ ദ ഹോൾ ഐ തിങ്ക് ഇറ്റ് ലുക്സ് ഗ്രേറ്റ്. ഈ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം മാരുതി എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള ലോഗോ ഉണ്ട്. ഞാൻ ഹിന്ദി വായിക്കാൻ പഠിച്ചത് സത്യം പറഞ്ഞാൽ ഈ ഒരു ലോഗോ കണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീൽ അവിടെ ഉണ്ട്. ടൈൽ ലൈറ്റ്സ് ഒക്കെ കുറച്ച് ഡാമേജ്ഡാണ് ഈ ഒരു സൈഡിൽ. ഇവിടെ ഒരു മേജർ റസ്റ്റ് സ്പോട്ട് ഉണ്ട്. നമ്മൾ അടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ വലിയ കാര്യമായിട്ട് റസ്റ്റ് ചെയ്തൊന്നും കാണില്ല. പക്ഷേ ഇവിടെ ചെറുതായിട്ടൊന്ന് തുരുമ്പോൾ ഒരു സ്പോട്ട് ഉണ്ട്. ബട്ട് ഈ ഒരു പഴയ ബൂട്ടുമ്മ മൗണ്ട് ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റും ഈ ഒരു ചെറിയ ഇലുമിനേറ്റ് ചെയ്യുന്ന 2 ലൈറ്റ്സൊക്കെ ഉള്ള ഈ ഒരു വേർഷൻ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ മാരുതി 800 എന്നുള്ള ഷേപ്പ് പറയുമ്പോൾ പലർക്കും SS80 ആവാം, പലർക്കും ലേറ്റർ മോഡലായിരിക്കാം. പക്ഷേ ടു മീ ഈ ഏർലി SB308 ആണ് ശരിക്കുള്ള മാരുതി 800. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഓടിക്കാൻ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ബാക്കി വീഡിയോ നമുക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാം. വെരി ഓൾഡ് സ്കൂൾ. നമ്മളിവിടെ നിന്ന് താക്കോലൊക്കെ തിരിച്ച് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഓൾഡസ്റ്റ് കാറ് ഇപ്പോൾ ഈ വണ്ടിയാണ്. ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് കാർസ്. നമ്മുടെ നാവി വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുണ്ട് 25,000 രൂപയ്ക്ക് നാവി വാങ്ങിച്ചു. ദാറ്റ് വാസ് എ റിയൽ ഗുഡ് ബാർഗെയിൻ എന്നുള്ളത്. ദിസ് ഈസ് ₹5,000 ചീപ്പർ. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ 2,000 രൂപയ്ക്ക് ഫ്യൂൽ അടിച്ചപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10% ഞാൻ പെട്രോളും സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാർ വാഷിൽ കൊടുത്ത് 200 രൂപയ്ക്ക് വാഷ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു ദാറ്റ് ഈസ് 1% ഓഫ് ദ കാർസ് പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഓരോ റുപ്പീ സ്പെൻഡ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഇത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളൊരു തോന്നലുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. സ്റ്റിൽ ഇതിൻ്റെ പല പാർട്സും ചീപ്പാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു റെസ്റ്റോർ ഇറ്റ് അത്രയ്ക്കൊന്നും കോസ്റ്റ് വരില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. ആൻഡ് ഇന്നത്തെ കാലത്ത് യു ക്യാൻ ഗെറ്റ് എ ഹോൾ കാർ ഫോർ 20,000 എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ ഒരു നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് ഈ പ്രൈസിന് കിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഗോവയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോൾ ദാറ്റ് വാസ് 20,000. ആൻഡ് വാട്ട് യു ഗെറ്റ്, നമ്മളൊരു ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് എ യൂസ്ഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആൻഡ് കുറേ ഡാമേജ്ഡ് ആയിട്ടുള്ള ലഗേജും കിട്ടുമെന്നല്ലാതെ ദിസ് ഇസ് എ ഹോൾ കാർ. നമുക്കിത് പിന്നെ ഇറ്റ്സ് പെർഫെക്റ്റ്ലി സർവീസബിൾ. നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാറാണ്. കാരണം നമുക്ക് എല്ലാ രാജ്യത്തിനും ഒരു പീപ്പിൾസ് കാർ ഉണ്ടായിരുന്നു. ജർമ്മനി ഹാഡ് ദ ബീറ്റിൽ, ബ്രിട്ടൻ ഹാഡ് ദ മിനി, ഇറ്റലി ഹാഡ് ദ ഫിയറ്റ് 500. അതുപോലെ ഇന്ത്യക്ക് ഒരു പീപ്പിൾസ് കാർ ആയിട്ട് ആക്ച്വലി വന്നത് മാരുതി 800 ആണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് നാനോക്കാണ് കിട്ടേണ്ടത്. കാരണം ഇറ്റ് വാസ് ഡെവലപ്ഡ് സ്പെസിഫിക്കലി ഫോർ ഇന്ത്യ, വെറാസ് ദിസ് കെയിം ഫ്രം ജപ്പാൻ. പക്ഷേ ആ ഒരു സമയത്ത് ദിസ് വാസ് വാട്ട് ഗേവ് ഇന്ത്യ മൊബിലിറ്റി. നമുക്ക് ഇന്ത്യയിൽ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു സ്മോൾ കാർ ആദ്യമായിട്ട് വന്നത് ദാറ്റ് വാസ് ദ മാരുതി 800. SS80 ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇറ്റ് വാസ് ദെയർ ഓൺലി ഫോർ എ കപ്പിൾ ഓഫ് ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഈ SB308 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ആ ഒരു ദൗത്യം ഏറ്റെടുത്തു. ആൻഡ് പിന്നീട് ഈ ഒരു കാറാണ് എല്ലാവരും വാങ്ങിച്ചത്. എൻ്റെ അച്ഛനൊരു വണ്ടി ഉണ്ടായിരുന്നു, KL7B2727. 1991 ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി അച്ഛൻ ആ വണ്ടി ഓടിച്ച് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐ ഫെൽറ്റ് റിയലി സ്പെഷ്യൽ. ആ വണ്ടി അന്ന് വാങ്ങിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു. ആൻഡ് എന്നെ അതിൽ പിക്ക് ചെയ്യാമെന്ന് അച്ഛൻ വിചാരിച്ചു. ടു ദിസ് ഡേ ഇന്നും എനിക്ക് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഓർമ്മയുണ്ട്. ആൻഡ് ഇന്നിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഫെയിൻ സെൻസേഷൻ ഇന്നിപ്പോഴും വീണ്ടും കിട്ടുന്നുണ്ട്. എക്സെപ്റ്റ് ദിസ് ഫസ്റ്റ് ടൈം ഐ എം
സിറ്റിംഗ് ഹിയർ. കാരണം ഈ ഒരു വണ്ടി വീട്ടിലുണ്ടായിരുന്ന അത്രയും കാലം ഐ വാസ് ഇൻ ദ ബാക്ക് സീറ്റ് ഓർ എനി അതർ സീറ്റ് റാദർ ദാൻ ദ ഡ്രൈവിംഗ് സീറ്റ്. വളരെ കുറച്ചൊന്ന് വീട്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് എനിക്ക് ഇട്ടതല്ലാതെ പുറത്തേക്കൊന്നും ഓടിക്കാൻ പറ്റൂലായിരുന്നു. ഐ വാസ് ടു യങ് ഫോർ ദാറ്റ്. ഇന്നിപ്പോൾ ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ ദിസ് ഈസ് ഹൗ മൈ ഡാഡ് മസ്റ്റ് ഹാവ് ഫെൽറ്റ് ദാറ്റ് ഡേ. ആൻഡ് നമുക്കറിയാവുന്ന പലർക്കും ഒരു 800 ഉണ്ടായിരുന്നു. മിക്കവാറും 90s ഉണ്ടായിരുന്ന പലർക്കും ഈ ഒരു ഫീലിംഗ് അന്ന് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരുടെയും വണ്ടിയിൽ നിങ്ങൾ കയറിയിട്ടുണ്ടാവും. മിക്കവാറും ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് പഠിച്ചത് ഇതുപോലത്തെ ഒരു വണ്ടിയിലായിരിക്കും. ദിസ് ഈവൻ സ്മെൽസ് ലൈക്ക് ദാറ്റ് ഓൾഡ് 800. നമുക്ക് ആ ഒരു പണ്ട് കാലത്തുള്ള ആ ഒരു 800 ആ ഒരു റെക്സിനും പ്ലാസ്റ്റിക്കും എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് അതും ഇപ്പോഴും ഈ വണ്ടിയിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇതിൻ്റെ AC വർക്ക് ചെയ്യണില്ല. ഇത് സാഡ് ആൻഡ് AC ഇൻസ്റ്റാൾ ലേറ്റർ മേ ബി. പക്ഷേ ഗ്യാസ് ഇല്ലാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. സോ ഐ ടു റോൾ ഡൗൺ ദ വിൻഡോസ്. അതുകൊണ്ട് കുറച്ച് ലൗഡാണ്. ആൻഡ് ഇന്നിപ്പോൾ മാരുതി 800ൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് 14 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ തിരിച്ചു കയറുമ്പോൾ ഇറ്റ് ഫീൽസ് റിയലി ഡിഫറെൻറ്റ്. ഇതിൻ്റെ ഗിയേഴ്സൊക്കെ നമ്മൾ ആഞ്ഞ് വലിച്ചിട്ട് കഴിഞ്ഞാലേ ഫസ്റ്റൊക്കെ വീഴുള്ളൂ. ഫസ്റ്റ് ഗിയർ അവിടെ എവിടെയോ ആണ്. സെക്കൻഡ് ഗിയർ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട്. കിട്ടാൻ ഭയങ്കര പാടാണ്. മിക്കവാറും 4th ഇറ്റ്സ് ഇൻ 4th ഐ ഗെസ്. പക്ഷേ ഇറ്റ്സ് പുള്ളിങ് റിയലി വെൽ. നമ്മൾ വിചാരിക്കും 20,000 രൂപയ്ക്ക് ഒരു വണ്ടി മേടിക്കുമ്പോൾ ഇറ്റ്സ് എ ബാഗ് ഓഫ് ക്രാപ്പ് എന്നുള്ളത്. പക്ഷേ ആക്ച്വലി അല്ല. ദിസ് ഡ്രൈവ്സ് റിയലി നൈസ്ലി. നമ്മളൊരു നോർമൽ കാർ പോലെ തന്നെ ഓടിച്ചിറക്കാൻ പറ്റുന്നുണ്ട്. റിയലി ഷോർട്ട് ഗിയറിംഗ് ഓൺ ദിസ് കാർ. അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ഇത്രയും പവറേ ഉള്ളൂ, 800cc ഉള്ളൂ, ആകെ 40 bhp താഴെ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഫീൽസ് ആഡിക്വേറ്റ്. നമുക്ക് ഇപ്പോഴും റോഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ഡെഫിസിറ്റ് ഒന്നും തോന്നുന്നില്ല. ഓക്കെ, ഐ മീൻ ദിസ് ലൈൻ റാദർ ദാൻ ദാറ്റ് ലൈൻ. കാരണം ഒരു 40-50 അത് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്നുള്ളതാണ്. പക്ഷേ അറ്റ് ദിസ് സ്പീഡ് നമുക്ക് യു ക്യാൻ ടോട്ടലി ഫോർഗെറ്റ്. ഇന്നത്തെ കാറുകളിൽ എന്തിനും ഇത്രയധികം ഫീച്ചേഴ്സൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. സോ ദിസ് കാർ ഇസ് എ 1992 മോഡൽ. ഇതിന് പ്രീവിയസ് ഓണർ 99-ലാണ് ഈ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. ഹീസ് ദ സെക്കൻഡ് ഓണർ. ഐ ലൈക്ക് ദ വേ ഹി ഹാസ് കെപ്റ്റ് ദ കാർ. നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത ആക്സറീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ താഴെ മിക്കവാറും 800-ലൊക്കെ നമ്മളിവിടെ ഒരു കൺസോൾ ആഡ് ചെയ്തേക്കണുണ്ടാവും. അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റം നമ്മളിവിടെ ഈ ഒരു പാനലൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ കയറ്റിയേക്കണത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനാവ കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഹൗ ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ഫാക്ടറി. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ വെരി ഓണസ്റ്റ് കാർ. നമുക്ക് എക്സ്ട്രാ ഇൻറ്റീരിയറിലാകെ പറയാനായിട്ട് ഈ ഒരു സീറ്റ് കവേഴ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ദ ഒറിജിനൽ ഫ്ലോർ മാറ്റ്സ് മാരുതി എന്ന് എഴുതിയേക്കണത്. ആൻഡ് പെഡൽസ് മേലത്തൊന്നും വേറെ ഒന്നും അത്ര കൂടുതലൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാലും അത്രയ്ക്ക് വോൺ ഔട്ട് ആയ പോലെ ഒരു അബ്യൂസ് ചെയ്ത പോലത്തെ ഒരു വണ്ടിയായിട്ടൊന്നും തോന്നുന്നില്ല. മീറ്റർ ഷോസ് 39,814 kilometers, ബട്ട് ഇറ്റ് ഹാസ് ഡെഫിനറ്റ്ലി റൺ മോർ ദാൻ ദാറ്റ്. ബ്രേക്സ് കുറച്ചും കൂടി നന്നായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ആ പെഡലും ഒരു ഇത്തിരി ഒരു ജിനസ് ഉണ്ട്. മേ ബി ചിലപ്പോൾ സർവീസ് ചെയ്താൽ മതിയാവുമായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ ഇറ്റ് ഡസൻറ്റ് ഗിവ് യു മച്ച് കോൺഫിഡൻസ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ വണ്ടിയുടെ സേഫ്റ്റി കുറച്ച് ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം യു ഡോണ്ട് ഗെറ്റ് മച്ച് ഇൻ ദ വേ ഓഫ് സേഫ്റ്റി. നമ്മൾ പറയും 800 വാസ് ദ കാർ ദാറ്റ് പുട്ട് ഇന്ത്യ ഓൺ വീൽസ് എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഓൾസോ പുട്ട് മെനി പീപ്പിൾ ഓൺ വീൽ ചെയർസ്. പിന്നെ ഇപ്പോഴത്തെ കാറുകൾ വാങ്ങിക്കുമ്പോൾ സേഫ്റ്റിയൊക്കെ ക്വസ്റ്റ്യനബിൾ ആയതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ക്ലച്ചും ഇത്തിരി മോശമാണ്. ക്ലച്ച് അതിൻ്റെ എൻഡിൽ മാത്രമേ ചെറിയൊരു ബൈറ്റേ ഉള്ളൂ. അവിടെ തന്നെ സ്ലിപ്പൊന്നുമില്ല. പക്ഷേ എന്നാലും ഐ തിങ്ക് ഇറ്റ്സ് ഡ്യൂ ഫോർ എ റീപ്ലേസ്മെൻറ്റ്. ഈ കാറ് ബ്രാൻഡ് ന്യൂ ആയിരുന്ന കാലത്ത് ഇറ്റ് ഓൺലി ഹാഡ് 39.5 bhp ആൻഡ് 58 Nm ടോർക്ക്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ മീസ്ലി ഫിഗേഴ്സ് ആണ്. ബട്ട് ദെൻ ഇറ്റ് ഓൺലി വെയ്സ് 650 kilos. സോ പവർ ടു വെയിറ്റ് റേഷ്യോ അത്ര മോശമൊന്നല്ലായിരുന്നു. സീറ്റ്സ് നമ്മുടെ ടിപ്പിക്കൽ ഇന്ത്യൻ പാരൻസിനെ പോലെ ഒട്ടും സപ്പോർട്ടീവ് അല്ല. നീ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എന്നെ കുറച്ചിങ്ങനെ ചെരിച്ച് സൈഡിലേക്കാണ് ഇരുത്തിയേക്കണത്. അതുപോലെ തന്നെ ഈ റിക്ലൈനും വർക്ക് ചെയ്യുന്നില്ല. സോ ഐ ടു സിറ്റ് ബോൾട്ട് അപ്രൈറ്റ്. അതുപോലെ തന്നെ ലെഗ് റൂമും വലിയ കാര്യമായിട്ടൊന്നുമില്ല. സീറ്റ് ബാക്കിലോട്ട് മാക്സിമം സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൾ ഐ ഗെറ്റ്. പിന്നെ എന്നെ പോലെ തന്നെ സ്റ്റിയറിങ്ങും കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് പോകുമ്പോഴും സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റിലേക്കാണ്. പക്ഷേ എന്നാൽ ആ സ്റ്റിയറിങ്ങിൻ്റെ ഫീലൊക്കെ കൊള്ളാം. ഇറ്റ് ഫീൽസ് റിയലി മെക്കാനിക്കൽ. നമുക്ക് ആ ഒരു റോഡായിട്ടുള്ള കണക്റ്റൊക്കെ ഭയങ്കര നല്ലതാണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലുള്ള ഈ ഒരു കവറും അത് വളരെ 90s ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അന്നത്തെ 800-നൊക്കെ എല്ലാവരും ഇട്ടിരുന്നു. ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇട്ടിരുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു റാപ്പ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഇത് വെച്ച് കെട്ടിയ പോലത്തെ ഒരു സംഭവമാണ്. ആ കെട്ട് ഫൈനലി നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയും ചെയ്യും. സോ ഐ പ്ലാൻ ടു കീപ് ദാറ്റ്. നമ്മളെപ്പോഴും പവർ ടു വെയിറ്റ് റേഷ്യോ പറയാറുണ്ട്. ഇമാജിൻ എ പവർ ടു പ്രൈസ് റേഷ്യോ. അതായത് നിങ്ങൾക്ക് എത്ര bhp എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു Hyundai i20 N-Line എടുത്ത് നോക്ക്. 120 bhp യു പേ സംതിങ് ലൈക്ക് 12 lakhs ഫോർ ഇറ്റ്. അപ്പോൾ അതായത് ഒരു 10 bhp പെർ ലാക്ക് ആണ് അതിൻ്റെ പവർ ടു പ്രൈസ് റേഷ്യോ എടുക്കുന്നത്. ഒരു Porsche 911 എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് 385 bhp. പക്ഷേ യു പേ 2 crores ഫോർ ഇറ്റ്. അപ്പോൾ അതിൻ്റെ പവർ ടു പ്രൈസ് റേഷ്യോ ഒക്കെ ആണെങ്കിൽ യു ഗെറ്റ് ഓൺലി 1.9 bhp പെർ ലാക്ക്. വേറെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് 39.5 bhp നമ്മൾ 20,000 rupees-നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതായത് 39.5 ഡിവൈഡഡ് ബൈ 0.2. സോ ദാറ്റ്സ് 197 bhp പെർ ലാക്ക് പവർ ടു പ്രൈസ് റേഷ്യോ.
ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അപ്പോൾ എന്താണ് ഇന്ദുചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഈ ഒരു വണ്ടി മാരുതി 800 ഇത് ഓൾട്ടോ എന്നാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. സോ ഇതിൻ്റെ ഒരു CA71 എന്ന് പറയുന്ന ഈ ഒരു ഷാസി ദിസ് വാസ് പ്രെറ്റി ബിഗ് ബാക്ക് ഇൻ ദ ഡേ. അന്ന് ഉള്ള പല ബ്രോഷേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസൊക്കെ അന്ന് ഫാക്ടറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമുക്കാണ് ഇതൊരു ഇക്കോണമി കാർ ആയിരുന്നത്. പക്ഷേ ഇൻ ജപ്പാൻ ദിസ് വാസ് എ നോർമൽ കാർ ആൻഡ് ആളുകൾക്ക് അവിടെ കസ്റ്റമൈസേഷനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ ബ്രോഷേഴ്സൊക്കെ പഴയതൊക്കെ തപ്പിയെടുത്തപ്പോൾ അതിലൊക്കെ ഇഷ്ടം പോലെ ഫാക്ടറി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വീൽ ചോയ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൻ്റെ ട്രിം ചോയ്സ് ഉണ്ട്, ഡാഷ്ബോർഡിന് കളർ ചോയ്സുകൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ആഡഡ് എക്യുപ്മെൻറ്റ്, ഫോഗ് ലാംപ്സ്, ഹെഡ് ലാംപ്സ്, അതുപോലെ ഫെൻഡർ മിറേഴ്സ്, അങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. എക്സോസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഈവൻ ഹാഡ് ആൻ ഓൾട്ടോ വർക്ക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ട്യൂൺഡ് വേർഷൻ പോലെയായിരുന്നു. ഇറ്റ് ഹാഡ് ദ ടർബോ എഞ്ചിൻ. നമ്മളൊരു ഓൾട്ടോ GTA പോലെ ആയിരുന്നു ശരിക്കും ആ വണ്ടി. ഇത് ഇന്ത്യയിലായിരുന്നു ബേസിക് കാർ. ജപ്പാനിൽ ഇറ്റ് ഹാഡ് സോ മെനി ഓപ്ഷൻസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് നമുക്കിതൊന്ന് റീബിൽഡ് ചെയ്യാം. ആൻഡ് ഐ നീഡ് യുവർ സപ്പോർട്ട്. കാരണം നമ്മളെല്ലാവരും കൂടിയാണ് ഇത് റീബിൽഡ് ചെയ്യുന്നത്. ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് അലോൺ. നമുക്ക് വേണമെങ്കിൽ ഇതൊരു മിനിമലിസ്റ്റ് റിസ്റ്റോറേഷൻ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഫോമർ ഗ്ലോറിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം. ഓർ വി ക്യാൻ ഗോ ഓൾ ഔട്ട് ആൻഡ് ഡു സംതിങ് ക്രേസി വിത്ത് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ താല്പര്യം എന്നുള്ളതും നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ഈ വണ്ടിയിൽ ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൊന്ന് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.